ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളുള്ളത് നമ്മുടെ തൂതപ്പുഴയിലാണ്. തൂതപ്പുഴയിൽ നമ്മുടെ സ്വന്തം കടവിൽ ഇന്ന് ഒരു മീൻപിടുത്തമായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത്. തൂതപ്പുഴയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശുദ്ധജലം ആളുകൾ ഉപയോഗിക്കുന്ന പുഴ എന്നൊരു റെക്കോർഡുണ്ട് തൂതപ്പുഴയ്ക്ക്, അഥവാ നമ്മുടെ സ്വന്തം കുന്തിപ്പുഴ. അതിൽ നല്ല ശുദ്ധജല മത്സ്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അതിനെ പിടിക്കുന്ന ഞങ്ങളുടെ നാട്ടിലെ ഒരു പരമ്പരാഗത രീതിയാണ് ഏറ് ചൂണ്ട. ആ ഏറ് ചൂണ്ടയിൽ നമ്മൾ കോഴിക്കുടൽ അല്ലെങ്കിൽ പെല്ലറ്റ് പോലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ബെയ്റ്റ് ഇട്ട് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ചൂണ്ടയിടാറ്. അപ്പോൾ ഇന്ന് നമ്മുടെ സ്വന്തം നാട്ടിൽ നമ്മുടെ കുളിക്കുന്നൊരു കടവാണ്. ആ കടവിലാണ് ഇന്ന് നമ്മൾ ചൂണ്ടയിടുന്നത്. അവിടെ നമ്മളിങ്ങനെ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതി ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് മലകളും മറ്റൊക്കെ ഉള്ള ഒരുപാട് അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഒരുപാട് നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് നമുക്ക് ഓരോ മീനുകളും കിട്ടുന്നത്. നമ്മളിങ്ങനെ ഏറ് ചൂണ്ടയാണ്, അതിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ അനിയന്മാരായിട്ടുള്ള പിള്ളേരൊക്കെ ഉണ്ട്. അവരും വളരെ ക്ഷമയോടുകൂടി മീനിനെ ഇങ്ങനെ പിടിക്കാനുള്ള ഒരു തത്രപ്പാടിലാണ്. എല്ലാവരും കുറേ നേരമായിരുന്നു ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. മീനൊന്നും കിട്ടിയിട്ടില്ല. കുറേ നേരത്തെ ഒരു അധ്വാനമാണ് ചൂണ്ടയിടൽ. ഇന്ന് നല്ല ക്ഷമ വേണം. നമ്മുടെ പയ്യനിതാ ഒരു നല്ല ഹെവി ഐറ്റം ഒരു നല്ലൊരു മീൻ അടിച്ചിട്ടുണ്ട്. എന്താണെന്ന് നോക്കട്ടെ. അവനങ്ങനെ ഹെവി ആയിട്ടാണെന്ന് തോന്നുന്നുണ്ട്. കുറേ നേരത്തെ കഷ്ടപ്പാടാണ്. അതിൻ്റെ ഈരയാണെങ്കിൽ വളരെ വണ്ണക്കുറവാണ്. അടുത്തെത്താനായിട്ടുണ്ട്. ചൂണ്ട പൊട്ടിക്കുമോ എന്നുള്ളൊരു പേടി ഉണ്ടാവണേ. ഹെവി ആയിട്ടാണെന്ന് തോന്നുന്നു. പരലാണെന്ന് തോന്നുന്നുണ്ട്. വലിയ എന്തെങ്കിലും പരലായിരിക്കും. ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് കല്ലുത്താൻ, കൂരാൻ എന്നൊക്കെ പറയുന്ന ഒരു സൈസ് പരലുണ്ട്, വലിയ പരൽ. അതെ, അത് തന്നെയാണ്. ഹെവി ആയിട്ടാണെന്ന് തോന്നുന്നത്. ഇതാണെന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മീനുകൾ. അപ്പോൾ എല്ലാവരും ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണും ഒന്ന് അമർത്തുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.